പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ചില കഥകൾ അതിജീവനത്തിന്റെ പാഠമാണ് പഠിപ്പിക്കുന്നത്. മണലാരണ്യങ്ങളിലെ പ്രവാസ ജീവിതങ്ങൾ പഠിപ്പിക്കുന്ന കാര്യവും ചെറുതൊന്നുമല്ല. ഈയിടെയായി കേരളത്തെ പിടിച്ചുകുലുക്കിയ മരട് വിഷയം തകർത്തത് കേരളക്കരയെ മാത്രമല്ല, പതിറ്റാണ്ടുകൾ നീണ്ട പ്രയത്നത്തിൽ പടുത്തുയർത്തിയ പ്രവാസികളുടെ സ്വപ്നം തന്നെയാണ്. എന്നാൽ നീണ്ട 34 വർഷത്തെ സമ്പാദ്യം മുഴുവനായി തകർന്നടിയുമ്പോൾ കൂടി തളരാതെ പിടിച്ചുനിന്ന ഒരു പ്രവാസി മലയാളിയുണ്ട്. വാർത്തയിലേക്ക്. നീണ്ട 34 വർഷത്തെ പ്രവാസ ജീവിതത്തിലെ പ്രധാന സമ്പാദ്യങ്ങളിലൊന്ന് നഷ്ടമാകാൻ പോകുമ്പോഴും തളരാത്ത മനസ്സുമായി മസ്കത്തിൽ പ്രവാസിയായ കൊല്ലം സ്വദേശി ജയകുമാർ വള്ളിക്കാവ് ഒരു പാഠമാവുകയാണ്. മരടിൽ സുപ്രീം കോടതി പൊളിക്കാൻ നിർദ്ദേശിച്ചതിലൊന്നായ ഹോളി ഫെയ്ത്ത് H2Oയിലെ ഫ്ളാറ്റ് ഉടമയാണ് ജയകുമാർ. സുപ്രീം കോടതിയുടെ ആദ്യ ഉത്തരവ് വന്ന മെയ് 8 മുതൽ നടന്ന നിയമ പോരാട്ടങ്ങളിലും ഫ്ളാറ്റിനും മരട് നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന സമരങ്ങളിലും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നയാളാണ് ജയകുമാർ. മരട് വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ടെലിവിഷൻ ചർച്ചകളിൽ ഫ്ളാറ്റ് ഉടമകളുടെ ആകുലതകളും നേരിട്ട നീതി നിഷേധവും ഒരു പ്രമുഖ ചാനൽ പരിപാടിയുടെ അവതാരകൻ കൂടിയായ ജയകുമാർ കൃത്യമായി അവതരിപ്പിച്ചിരുന്നു. സുപ്രീം കോടതി നിർദ്ദേശിച്ച ഇടക്കാല ആശ്വാസം അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയായ ജയകുമാർ വെളിപ്പെടുത്തുകയുണ്ടായി. ഒഴിപ്പിക്കുന്ന എല്ലാ ഫ്ളാറ്റ് ഉടമകൾക്കും 25 ലക്ഷം രൂപ വീതം ഇടക്കാല ആശ്വാസം നൽകാനാണ് സുപ്രീം കോടതി ഉത്തരവിലുള്ളത്. എന്നാൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രൂപവത്കരിച്ച ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ സമിതി 13 ലക്ഷം രൂപ മുതൽ ഇടക്കാല ആശ്വാസം നൽകാനാണ് സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുള്ളത്. എന്നാൽ കമ്മീഷന്റെ നടപടിക്കെതിരെ ഫ്ളാറ്റ് ഉടമകൾ കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്യും എന്നാണ് ലഭിക്കുന്ന വിവരം. ചീഫ് സെക്രട്ടറിയോട് ഹാജരാകാൻ നിർദ്ദേശിച്ച ഈ മാസം 25-ന് തന്നെ കോടതിയലക്ഷ്യ ഹർജി നൽകുമെന്നാണ് വിവരം. ഇതിനായി അടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് വീണ്ടും പോകുമെന്നും ജയകുമാർ പറയുകയുണ്ടായി. ആരെയൊക്കെയോ സംരക്ഷിക്കാനാണ് സമിതിയുടെ ശ്രമം എന്നാണ് ജയകുമാർ പറയുന്നത്. രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച ശേഷമാണ് ഫ്ളാറ്റുകൾ ബിൽഡർ കൈമാറുന്നത്. അതിനാൽ വിൽപ്പന കരാറിൽ തുക കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡറും രജിസ്ട്രാറുമാണ് ഉത്തരവാദികൾ. ഈ വിഷയം അന്വേഷിക്കാൻ കോടതിയിൽ ആവശ്യപ്പെടുമെന്നും ജയകുമാർ വെളിപ്പെടുത്തുകയുണ്ടായി. 2010-ൽ വാങ്ങിയ ഫ്ളാറ്റിൽ 2012 മുതലാണ് താമസം ആരംഭിച്ചത് തന്നെ. ചെല്ലാനം സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറായ മകളാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇക്കഴിഞ്ഞ മെയ് 6-ന് സ്വകാര്യ ആവശ്യാർത്ഥം നാട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞാണ് കോടതി വിധി വരുന്നതെന്ന് ജയകുമാർ വെളിപ്പെടുത്തുകയുണ്ടായി. അന്നു മുതൽ നിയമസമര പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടെങ്കിലും ഫലം കാണാതെ വേദനയോടെ കുടിയൊഴിയേണ്ടി വന്നു എന്നാണ് ജയകുമാർ പറയുന്നത്. കെട്ടിടം ഉടമകൾ എന്ന നിലയിൽ തങ്ങൾക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടുവെന്നും പറയുന്നു. തങ്ങളുടെ ഭാഗം കേൾക്കാൻ സുപ്രീം കോടതി പോലും തയ്യാറായില്ല. യഥാർത്ഥ വസ്തുതകൾ സുപ്രീം കോടതിയെ ബോധിപ്പിക്കാൻ ചീഫ് സെക്രട്ടറി തയ്യാറായില്ലെന്നും ജയകുമാർ ആരോപിക്കുകയുണ്ടായി. ഛേദിച്ചതിനെതിരെ ജയകുമാർ നടത്തിയ നിരാഹാര സമരത്തിനൊടുവിൽ കണക്ഷനുകൾ പുനഃസ്ഥാപിച്ചു നൽകിയിരുന്നു. 90 ഫ്ളാറ്റുകളുള്ള H2Oയിൽ നിന്ന് ഏറ്റവും അവസാനം കുടിയൊഴിഞ്ഞയാളാണ് ജയകുമാർ. മകളെ അടുത്തുള്ള വാടക ഫ്ളാറ്റിലാക്കിയ ശേഷം കഴിഞ്ഞയാഴ്ചയാണ് അദ്ദേഹം മസ്കറ്റിൽ തിരികെ എത്തിയത്. ജയകുമാറിന് പുറമെ മസ്കറ്റിൽ പ്രവാസികളായ വിനോദ്, ശ്രീകുമാർ, രാജേഷ് എന്നിവർക്കും H2Oയിൽ ഫ്ളാറ്റുകളുണ്ട്. എന്നാൽ തന്നെയും ഇതിനെതിരെ പൊരുതാൻ തന്നെയാണ് മലയാളികളായ പ്രവാസികളുടെ നീക്കം. ഇതിന് പ്രവാസ ലോകം തന്നെ കൂടെ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.